രാധേ രാധേ, ഗുഡ് മോർണിംഗ്. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെയാണോ? അല്ല. നിങ്ങൾ ആദ്യം സ്നേഹിക്കേണ്ടത് നിങ്ങളുടെ കുടുംബാംഗങ്ങളെ തന്നെയാണ്. ആദ്യം നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്ക്. മനുഷ്യനെ സ്നേഹിച്ച് മനുഷ്യ സ്നേഹത്തിന്റെ നദിയിൽ ഒഴുകുന്നില്ലെങ്കിൽ ദൈവസ്നേഹത്തിന്റെ രുചി നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയുകയില്ല. നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് എന്താണെന്നറിയാമോ? ആദ്യം നിങ്ങളുടെ അമ്മയെ, അച്ഛനെ, സഹോദരനെ സ്നേഹിക്ക്, സഹോദരിയെ സ്നേഹിക്ക്, കാമുകിയെ, ഭാര്യയെ, മക്കളെ, സുഹൃത്തുക്കളെ, സസ്യങ്ങളെ, ജന്തുക്കളെ, ഇവരെയൊക്കെ നിങ്ങൾ സ്നേഹിക്ക്. അങ്ങനെ അവരെ നിങ്ങൾ സ്നേഹിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിന് പക്വത വന്നതിന് ശേഷം നിങ്ങൾ ആരെ സ്നേഹിക്കണം? ദൈവത്തെ സ്നേഹിക്കണം. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഋഷീശ്വരന്മാർ പറയുന്നത്? വീട്ടിലോടുന്ന ഒരു പാറ്റയെ സ്നേഹിക്കാൻ കഴിയാത്തവൻ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മൾ വീട്ടിലൊരു പാറ്റയെ കണ്ടാൽ അപ്പോഴേ ചൂലെടുത്ത് എന്ത് ചെയ്യും? അതിനെ അടിച്ചു കൊന്നുകളയും നമ്മൾ. അതിനുശേഷം പിന്നെ ഭഗവാനെ വിളിക്കാൻ പോയിട്ട് കാര്യമില്ല. ദേ നോക്കൂ, ചിലർ പറയും എന്റെ സ്നേഹം അല്ലെങ്കിൽ എന്റെ പ്രണയം ഭഗവാനോടാണെന്നാണ് പറയുന്നത്. അത് 10ൽ തോറ്റിട്ട് MAക്ക് പഠിക്കണമെന്ന് പറയുന്നത് പോലെയാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഡിഗ്രിയും കഴിഞ്ഞിട്ടേ MAക്ക് ഇരിക്കാൻ പറ്റൂ. ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് MAക്കുള്ള പഠനമാണ്. ആരാണ് എന്റെ സ്നേഹം ഭഗവാനോടാണെന്ന് പറയുന്നത്? ഒന്നുകിൽ കുടുംബത്തില് ഡിവോഴ്സ് നടന്നവര്, അല്ലെങ്കിൽ വീട്ടിൽ കലഹം, സ്വസ്ഥതയില്ലാത്തവര്. അങ്ങനെ സ്വസ്ഥതയില്ലാത്തവർക്ക് പറയാനുള്ള വാചകമല്ലത്. ആദ്യം നിങ്ങൾ സ്നേഹം കൊണ്ട് നിങ്ങളുടെ കുടുംബം സ്വർഗമാക്കൂ. അതായത് ഭർത്താവും ഭാര്യയും മക്കളും ആദ്യം സ്നേഹത്തിന്റെ ചരട് കൊണ്ട് ബന്ധിക്കപ്പെടണം. നിങ്ങൾ അതിഭയങ്കരമായി സ്നേഹിക്കണം. അതിനുശേഷം നിങ്ങൾ ഒന്നിച്ചു പറയണം, ഞങ്ങളുടെ സ്നേഹം ഭഗവാനോടാണെന്ന്. എന്റെ സ്നേഹവും നല്ല പറയേണ്ടത്. എന്റെ സ്നേഹം ഭഗവാനോടെന്ന് പറയുന്നവർ നിരാശരായവരാണ്. അല്ലെങ്കിൽ ഭഗവാനെ സ്നേഹിച്ചാൽ മോക്ഷം കിട്ടുമെന്ന ഉദ്ദേശത്തോടു കൂടി പറയുന്നതാണ്. നിങ്ങൾ ഭർത്താവും ഭാര്യയും മക്കളും പരസ്പരം സ്നേഹം കൊണ്ട് ബന്ധിച്ച് വീടൊരു സ്വർഗമാക്കിയതിനു ശേഷം നിങ്ങൾ 3 കൂട്ടരും ഒന്നിച്ചു പറയണം, ഞങ്ങളുടെ സ്നേഹം ഭഗവാനോടാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആദ്യം നിങ്ങൾ മനുഷ്യനെ സ്നേഹിക്കൂ. അതിനുശേഷം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കൂ. ആദ്യം നിങ്ങൾ SSLCയും പ്രീ ഡിഗ്രിയും ഡിഗ്രിയൊക്കെ പാസ്സാകു. എന്നിട്ട് നമുക്ക് MA ക്ലാസ്സിൽ പോകാം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.